ഈ കാണുന്ന ഖബർ നീണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതൊരു മഹാൻ വന്ന് പിടിച്ചു നിർത്തപ്പെട്ടു. അപ്പൊ സുഹൃത്തുക്കളെ, കാട്ടിച്ചിറ മക്കാമിലാണുള്ളത്. അപ്പൊ ഒരുപാട് അത്ഭുതങ്ങളുള്ള മക്കാമാണ്. നമുക്ക് വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കാം. കൽപ്പറ്റയിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോകുന്ന വഴി കെല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ഈ ഒരു മക്ബറ സ്ഥിതി ചെയ്യുന്നത്. സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങളാണ് ഈ ഒരു മക്ബറയിൽ മറവിട്ട് കിടക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇവിടെയുള്ള എന്താ പറഞ്ഞത്, പറയപ്പെടുന്നുണ്ട്. ജലാലുദ്ദീൻ ബുഖാരിയാണ് എന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. അപ്പം എന്താ അത് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തത്? ഏതോ ഒരാൾ മൂപ്പർക്ക് വിയർപ്പിൻ്റെ അസ്കിത ഉണ്ട്. ഈ വിയർപ്പിൻ്റെ അസ്കിത ഉണ്ടെങ്കിൽ അവർക്ക് ക്ഷീണം കൂടുതലായിരിക്കും. അറിയാം നിങ്ങൾക്ക്, ഈ വിയർപ്പിൻ്റെ അസ്കിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയർക്കുന്നത് ബുദ്ധിമുട്ടുള്ള ആളുകൾ, വിയർത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അതുപോലെ തന്നെ ഈ ജോലി ചെയ്യാനുള്ള ഒരു മടി, അതൊരു രോഗമായിട്ട് ചില ആളുകൾക്ക് വരാറുണ്ട്. അത് മാത്രമല്ല, ആരാൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ മുതലിങ്ങനെ വെറുതെ കിട്ടുക, അതൊരു സുഖമുള്ള ഏർപ്പാടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ എവിടെയെങ്കിലും കുറച്ച് മണ്ണ് വെട്ടിയിട്ടിട്ട് ഈ പൂളക്ക് ഏരിമാടുന്ന ആ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ പണ്ട് വാഴ വെക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഏകദേശം ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ മേലൊരു തുണിയാണ്ട് വിരിച്ചിട്ട് 2 ചന്ദനത്തിരിയും കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ തലക്കും ഭാഗത്ത് ഇരുന്നിട്ട് വല്ലതും പറഞ്ഞാൽ മതി, ഇന്നതെന്നൊന്നുമില്ല. ഇപ്പോൾ കാക്കി മക്കളുമില്ലല്ല, പൂച്ചി മക്കളുമില്ലല്ല, അങ്ങനെ, അല്ലെങ്കിൽ ആ ഹോ ഹീ ഹയ്യും, അതുപോലെ വേറെ എന്തൊക്കെയുണ്ട്. നമ്മളെ ഇയാൾ പറഞ്ഞിരുന്നു, കയ്യിലുണ്ടിച്ചെങ്കിൽ തവറ ചേർക്കാം. നമ്മളും ഔലിയാക്കളും വ്യത്യാസം എന്താ? നമ്മൾ ദുനിയാവിന്റെ കുറെ പുറുപുറുകള് എന്നിട്ട് ഓരൊക്കെ വിചാരം ആകാശത്തെ മലക്കുകൾ വന്നിട്ട് ഈ ഹമാക്കത്തിന്റെ അകലേക്ക് മാലിട്ട് കൊടുക്കണം എന്നാ. ഈ പുറുപുറുകൾ ഏതുപോലെയാണെന്ന്, എന്നാൽ ഇന്ന് നമ്മളെ പോലത്തെ പുറുപുറുകള് ഏതുപോലെയാണ്? ഞാൻ കണ്ണ് കെട്ടിയിട്ട് ആസുകല്ലിന്റെ ചുറ്റും ഒരു കൈതയെ നടത്തിച്ചതുപോലെയാണ്. കണ്ണ് കെട്ടി, എന്നിട്ടോ ഒരു ചക്കിനിട്ട് കെട്ടി, ആരെ? കൈത കണ്ണെട്ടിട്ട്, എന്നിട്ട് ഇങ്ങനെ തൊളിച്ച് വേക്കുന്നു. അപ്പൊ കൈത ഇങ്ങനെ നടന്ന് മണിക്കൂറുകൾ എമ്പാടും നടന്നപ്പോൾ കൈത ആലോചിച്ച്, ഞാൻ ഇപ്പൊ എവിടെയോ എത്തി. അവിടെ തന്നെ നമ്മളെ പോലത്തെ പുറുപുറു ആള് എവിടാണോ തുടങ്ങിയത് അവിടെ തന്നെ. എന്തേ സവ്വലുത്തുക്ക വാങ്കാത്തുക്ക നടന്നിട്ടില്ല, അന്വേഷണമാണ്. നമ്മളെ കാര്യം മുഴുവനും കൂടി അല്ലാണ്ട് ഏറ്റെടുക്കുവോ? അള്ളതിന് പറ്റുമോ? കുറച്ച് അള്ളയും കുറച്ച് നമ്മളൊക്കെ ആയിട്ട് UDF മോഡൽ. ലീഗ് ഒറ്റക്കൊല്ല, കോൺഗ്രസ് ഒറ്റക്കൊല്ല. ലീഗിനെ കൊണ്ട് ഒറ്റക്കും നടക്കൂല, കോൺഗ്രസിനെ കൊണ്ട് ഒറ്റക്കും നടക്കൂല. അല്ലെങ്കിൽ LDF മോഡൽ അള്ള ഏറ്റെടുക്കൽ. CPM ഒറ്റക്കും നടക്കൂല, CPI ഒറ്റക്കും നടക്കൂല. എല്ലാം കൂടി കൂടിയിട്ട് അതേമാതിരി നമ്മളും കുറച്ചൊക്കെ നമ്മളും കുറച്ചൊക്കെ അള്ളി കൂടി ഒരു UDF അല്ല, ഒരു LDF അല്ല. എന്താ പ്രശ്നം? അല്ലാതെ പുറു അല്ല പ്രശ്നം. ഒരു പുറുപുറുവിന്റെ ആവശ്യമില്ല. എന്ത് പുറപുറ? അതുപോലെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. അത്രേ ഉള്ളൂ ഇവരുടെ ജാറത്തിന്റെ കാര്യം. ഇനി പറയാം. ഇവിടെയുള്ള മൈതാനിയിലുള്ള ഒരു ഖബർ നീളം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവിടെയുള്ള ഒരു മക്കാമിന് തുടക്കം ഉണ്ടായത് കേട്ടോ. അത് കണ്ട അപ്പൊ എങ്ങനെയാണ് മക്കാമിന് തുടക്കം ഉണ്ടായത്? ഒരു മയ്യത്തിനെ കൊണ്ടുപോയിട്ട് മറവീതപ്പോഴല്ല, മറവീത ഖബർ ഇങ്ങനെ നീളം ഇങ്ങനെ കൂടുകയാണെന്നാ പറഞ്ഞത്. ആ കൂടുന്നതൊരു വീഡിയോ എടുത്തിട്ടൊന്ന് കാണിച്ചു തന്നിട്ട് അങ്ങനെയൊന്നുമില്ല അല്ലേ? ഇപ്പോൾ ഒരു കൊല്ലം കൊണ്ട് കുറച്ച് ഇങ്ങനെ കൂടുകയാണോ ചെയ്യണത്? എന്തായാലും ഖബറുമായിട്ടുള്ള സംബന്ധമായിട്ടുള്ളതല്ലേ, നോണ തന്നെയായിരിക്കും, ഒച്ച നോണ. എന്തായാലും പറച്ച്. അത് കണ്ട വാരാമ്പറ്റയിലുള്ള ഒരു മഹാൻ, ദില്ലിക്കോയത്തങ്ങൾ എന്ന് പറയുന്ന ഒരു മഹാൻ വന്ന്, പേര് ശ്രദ്ധിച്ചു നിങ്ങൾ, ദില്ലിക്കോയത്തങ്ങൾ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നതായിരിക്കും, പേരറിയില്ല. ക്യാ നാം ഹേ എന്ന് ചോദിച്ചപ്പോൾ പേരൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, എന്നാൽ ഞങ്ങൾ ദില്ലിക്കോയത്തങ്ങൾ എന്ന് വിളിക്കാന്ന്. ആയിക്കോട്ടെ, ദില്ലിക്കോയെ, ബോംബക്കോയെ, ഇനി ഹൈദരാബാദ് കോയെ, എന്തായാലും വേണ്ടില്ല, പറയിച്ചെങ്ങയ്യേ. ആ ഖബറിനെ പിടിച്ചു നിർത്തപ്പെട്ടു. ഇനി നീണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള റോഡിന് തടസ്സം സൃഷ്ടിക്കും എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അതുപോലെ തന്നെ ഇവിടെ കാട്ടിച്ചിറ എന്ന് പേര് വരാൻ കാരണം
ഇവിടെ പണ്ട് കാലത്ത് 2 കാട്ടിപ്പോത്തുകൾ വന്ന് നേർച്ച സമയത്ത് വന്ന് കിടക്കുകയും അതിനെയാണ് നേർച്ച ഭക്ഷണമായി എടുത്തിരുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. കേട്ടോങ്ങള്, അതായത് ചിക്മംഗ്ലൂരിലുള്ള ഒരു ദർഗ ഉണ്ട്, എനിക്ക് ആ പേരൊക്കെ മറന്നുപോയി. ഈ ജാതി പഴച്ച ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തതുകൊണ്ട് മറന്നുപോയതാണ്. എന്തായാലും നമ്മൾ അതിന് വെറുതെ സമയം കളയണ്ട. അവിടെ ഇതേപോലെ കൊല്ലം ഇങ്ങനെ കാട്ടുപോത്ത് വന്നിട്ട് ഇങ്ങനെ കടന്നു കൊടുക്കുമ്പോൾ പോയിട്ട് അവിടെയുള്ള വെട്ടിക്കാരൻ അറുവേരം പോയിട്ടുണ്ട് അറുക്കും. എന്നിട്ട് അതിൻ്റെ തൊലിയേക്കിച്ച് പാച്ചെന്നോണ പറയണേ. പണ്ടെന്നോ അവിടെ നേർച്ച അടക്കുന്ന സമയത്ത്, പണ്ട് കാട്ടിൽ വിഭവങ്ങൾ ധാരാളമുണ്ട്, മൃഗങ്ങളും ഉണ്ട്. അപ്പോൾ കാട്ടുപോത്തിനെ ചിലപ്പോൾ വെടിവെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ച്, അല്ലാതെ ഒന്നും കിട്ടൂല കേട്ടോ. കാട്ടുപോത്തിനെ വെട്ടിയൊക്കെ കണ്ടൊന്നും പിടിച്ച് അങ്ങനെ കെട്ടി കൊണ്ടുവരാനൊന്നും കഴിയില്ല. എന്തോട്ടെ എങ്ങനെയെങ്കിലും കൊടുന്ന് വെച്ച് തിന്നുണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ എന്തെങ്കിലും ഫോറസ്റ്റുകാർ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നിട്ട് കടന്നു തരികയാണ് എന്തെങ്കിലുമൊക്കെ കള്ളക്കഥ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇവിടെയും ചിലപ്പോൾ അങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി എന്നല്ലാണ്ട് കാട്ടുപോത്തിന് എന്താ പിരാന്താ വെറുതെ നോണയും പറഞ്ഞുകൊണ്ട് പറ. ഒരുപാട് അത്ഭുതങ്ങളും മറ്റുമുള്ള ഒരു സ്ഥലം തന്നെയാണ് കാട്ടിച്ചിറ മക്കാം. ഇവിടെയുള്ള ഒരു ചിറയുണ്ട്, അതിലെ വെള്ളം വളരെയധികം ശ്രേഷ്ഠമാക്കപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഒരുപാട് ആളുകളാണ് കാട്ടിച്ചിറ മക്കാമിൽ വന്ന് സന്ദർശനം ചെയ്തു പോകുന്നത്. അപ്പോൾ എന്തായാലും വീണ്ടും നല്ല വീഡിയോകളായിട്ട് കാണാം. ഓക്കെ, ബൈ. ഇതുപോലുള്ള സാധനമല്ലേ വീണ്ടും നല്ല വീഡിയോകൾ എന്ന് പറയുന്നത്? ഈ നുണർച്ചിലല്ലേ ഇജ്ജ് പറ ചങ്ങായിയെ. ആയിക്കോട്ടെ പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള പാച്ച നുണ പറഞ്ഞ് നടക്കുന്ന സുജായികള് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് നുണ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആളുകളുടെ ചാനലിൽ പോയിട്ട് ഇങ്ങനെ തുറച്ചു നോക്കിക്കോളി. അവൻ്റെ നുണയും കേൾക്കാം, അവൻ കാണിച്ചു തരുന്ന ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളും കാണാം.